ട്രാവൽ വിത്ത് അരോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വാഗമണ്ണിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണുന്നത്. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ മാറി വളകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഈ ഒരു റിസോർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഐസ് ഹിൽ റിസോർട്ട് എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ വീഡിയോയ്ക്കകത്തൊക്കെ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലും നിങ്ങൾ വഴി ബുക്ക് ചെയ്യുമോ, അവർ ഡയറക്റ്റ് ആ റിസോർട്ട് വഴിയല്ലേ ബുക്ക് ചെയ്യത്തുള്ളൂ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് രണ്ട് റേറ്റ് കാണും. ഒന്ന് റാക്ക് റേറ്റും ഒന്ന് സ്പെഷ്യൽ റേറ്റും. റാക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരാൾ വിളിക്കുമ്പോൾ കിട്ടുന്ന റേറ്റാണ്. സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ ഏജൻസിന്, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിന് കൊടുക്കുന്ന റേറ്റാണ്. എപ്പോഴും റാക്ക് റേറ്റും സ്പെഷ്യൽ റേറ്റും തമ്മിൽ നല്ലൊരു വ്യത്യാസം കാണും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്പെഷ്യൽ റേറ്റ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒരു ചെറിയൊരു മാർജിൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നു. അതൊരിക്കലും റാക്ക് റേറ്റിനേക്കാളും കൂടുതലായിരിക്കത്തില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ബുക്ക് ചെയ്തോ എന്ന് വെച്ചാൽ, ഡയറക്റ്റ് ബുക്ക് ചെയ്തോ ഓൺലൈൻ ബുക്ക് ചെയ്തോ, പക്ഷേ ആ കൂടെ നമ്മുടെ കൂടെ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കുറവാണെങ്കിൽ മാത്രം നമ്മൾ വഴി ഒന്ന് ബുക്ക് ചെയ്യുക. ഇപ്പം പറഞ്ഞത് റേറ്റിൻ്റെ കാര്യമാണ്. പിന്നെ സർവീസിൻ്റെ കാര്യം നോക്കിയാലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഒരു പ്രാവശ്യമായിരിക്കും ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു ട്രാവൽ ഏജൻറ്റിനെ സംബന്ധിച്ച് ഒരു മാസം തന്നെ പല പല ബുക്കിംഗ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ട്രാവൽ ഏജൻറ്റ് വഴി പോയി കഴിഞ്ഞാൽ അവർ നല്ല സർവീസ് തരും. അവർ നല്ല സർവീസ് അഗസ്റ്റിന് കിട്ടിയാൽ മാത്രമായിരിക്കും ഈ പറയുന്ന റിപ്പീറ്റഡ് ബുക്കിംഗ് അവർക്ക് വരത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചോദ്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ബാച്ചിലേഴ്സിനും ഫാമിലിക്കും ഒക്കെ കപ്പിൾസിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണിത്. ടോട്ടൽ ഇവിടെ 4 കാറ്റഗറിയാണ് റൂം ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് റൂമുണ്ട്, പിന്നെ ഡീലക്സ് റൂമുണ്ട്, പിന്നെ റോയൽ സ്യൂട്ട് റൂമുണ്ട്, പിന്നെ ഹണിമൂൺ ഹട്ടുണ്ട്. ഇങ്ങനെ 4 രീതിയിലുള്ള റൂംസാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു സംഭവമാണ്. കാരണം നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ റൂമിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3800 രൂപ തൊട്ടാണ്. നോൺ എ സി റൂം, അത് സ്റ്റാൻഡേർഡ് റൂമായിരിക്കും. എ സി ആണെങ്കിൽ ഈ പറയുന്ന 4200 രൂപയായിരിക്കും വരുന്നത്. പക്ഷേ എന്നോട് ഇതിൻ്റെ അകത്ത് ഏത് കാറ്റഗറിയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റാർട്ടിങ് ഡീലക്സ് റൂം തൊട്ട് ചൂസ് ചെയ്യാൻ പറയും. അത് ഏകദേശം 4500 രൂപയാണ് വരുന്നത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് 2 പേർക്ക്. പിന്നെ ഈ റിസോർട്ട് ഈ പറയുന്ന പോലെ ക്യാമ്പ് ഫയർ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു DJ ഹോളുണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് DJ ഒക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു DJ ഹോളുണ്ട്. മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇത് കൂടിയും കുറഞ്ഞിരിക്കുക സീസൺ അനുസരിച്ചും തിരക്കൊക്കെ അനുസരിച്ച്. അതുകൊണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന ഡോക്ടർ ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ റൂമൊക്കെ ഒന്ന് കയറി കാണാം. ഇത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി റൂമാണ്, അതായത് സ്റ്റാൻഡേർഡ് റൂമാണ്. ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഈ ഒരു റൂമിൽ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. എ സി ഉള്ള റൂമും വരുന്നുണ്ട്, നോൺ എ സി റൂമും വരുന്നുണ്ട്. ഈ റൂമിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് ഏകദേശം നോൺ എ സി ആണെങ്കിൽ 3500 തൊട്ടേക്കാണ്. അത് സീസൺ അനുസരിച്ച് വീക്കെൻഡൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 2 ചെയറൊക്കെ അവിടെയുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂമാണ്. ഈ ഒരു ഭിത്തിയുടെ ഇത് കണ്ടിട്ട് നമുക്ക് മെയിൻ്റനൻസ് ഇരുന്നൊന്നും വിചാരിക്കേണ്ട. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണ്, അതുപോലെ തണുപ്പാണ്, അതുകൊണ്ടാണ് ആ ഭിത്തി ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട് ഈ ഒരു വാഷ്റൂമിന്. അവിടെയാണ് നമ്മുടെ ബാത്തിങ് ഏരിയ, ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിനും ക്ലോസറ്റും ഒക്കെ ഉള്ളത്. എന്നുവെച്ചാൽ ഒട്ടും ഒരു സ്പേസ് ഇല്ലാത്തൊരു വാഷ്റൂമല്ല, അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയുള്ള വാഷ്റൂമാണ് ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് കാറ്റഗറിയാണ്. അതായത് റൂം ഫെസിലിറ്റി ഒന്നും അധികം വേണ്ട, നമുക്ക് ഈ റിസോർട്ടിൻ്റെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് സ്റ്റേ ചെയ്താൽ മതി എന്നുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി റൂമാണ്, അതായത് ഡീലക്സ് റൂം. എൻ്റെ ഫേവറേറ്റ് റൂം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം. ഇത് കയറുമ്പോൾ തന്നെ ഉള്ള ലിവിങ് സ്പേസാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഈ ഡീലക്സ് റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറയണം ഈ ഒരു വാലി വ്യൂ ഉള്ള റൂം തരാൻ വേണ്ടി. കാരണം ഒരു റൂമിന് ഈ ഒരു വാലി വ്യൂ കിട്ടുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിലും വേറൊരു ഡീലക്സ് റൂം ഉള്ളതുകൊണ്ട് അതിന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് വേറൊരു വ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. അതുകൊണ്ട് ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് വാലി വ്യൂ ഉള്ള റൂം തരാൻ പറയുക. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഷ്റൂം. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്പേസോട് കൂടിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളത്. അത് ഈ ഒരു റൂമിൽ നല്ല എല്ലാ റൂമിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം സ്പേസ് ഉള്ള വാഷ്റൂമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതും ചെയ്തേക്കുന്നത്. കാരണം നല്ല സ്പേസ് ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ബെഡ്റൂമാണ്.
ഈ ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി റൂം നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് ഉച്ച സമയത്താണ്. ഈവനിങ് ടൈമും അതുപോലെ മോർണിംഗ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല കോടയൊക്കെ കയറി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. പിന്നെ ബാൽക്കണി ഈ പറഞ്ഞ റൂമിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കി ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം സേഫ്റ്റി പർപ്പസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ആ പുറത്തെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ഈ ബാൽക്കണി വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂം കാറ്റഗറിയാണ് ഈ പറഞ്ഞ ഡീലക്സ് റൂം. ഇത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ സ്യൂട്ട് റൂമാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫർണിഷ് ചെയ്തിരിക്കുന്ന റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഒരു ബെഡ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല സെറ്റ് ചെയ്യും. ഇത് നമ്മുടെ പണ്ട് ചാരുകസേരയൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിലുള്ള സംഭവമാണ്. കൊള്ളാം. ഒരു മിനി ഫ്രിഡ്ജ് ഇവിടെയുണ്ട്. ഒരു കൂളിംഗ് സിസ്റ്റം ഇവിടെയുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു ഡ്രസ്സിങ് ടേബിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്പേസ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ബാഗാണ്, അതുകൊണ്ട് പിന്നെ ഇപ്പം മാറ്റിയില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ നമുക്ക് കിട്ടും. ഇപ്പം രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതൊക്കെ പുറത്ത് ലൈറ്റ് ഇട്ടേക്കുന്ന എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഹണിമൂൺ കപ്പിൾസിനായാലും ഫാമിലിക്കൊക്കെ ആയാൽ പോലും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. AC ഉണ്ട്. ഇപ്പോഴൊന്നും AC ആവശ്യമില്ല, പക്ഷേ ഉച്ച സമയത്തൊക്കെ ചൂട് വന്നാൽ നമുക്ക് ആ ഒരു സംഭവം ഉപകരിക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. അത് നല്ല സ്പേസോട് കൂടി തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തേക്കുന്ന വാഷ്റൂമാണുള്ളത്. ഒരു ഹീറ്റർ ഫെസിലിറ്റി ഇവിടെയുണ്ട്. പിന്നെ ഇതാണ് കണ്ണാടി വാഷ് ബേസിൻ. നമ്മുടെ ക്ലോസറ്റൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളാട്ടെ, ഒരു അടിപൊളി റൂമാണ്. ഇവിടുത്തെ ഇങ്ങനെയൊരു സാധനം വെച്ചിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എനിക്കൊന്ന് അത് കത്തുന്നതാണെന്ന് തോന്നിട്ടോ, ഒന്ന് നോക്കാം. അവിടെ സ്വിച്ച് ഉണ്ട്. ആ സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് മറ്റേ നമ്മുടെ ഒരു തീക്കണ്ണിലൊക്കെ കത്തിയിരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. എന്തായാലും കൊള്ളട്ടെ, നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു റൂമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ സ്യൂട്ട് റൂം. ഇത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഒരു ഹണിമൂൺ ഹട്ട് എന്ന് പറയുന്ന കാറ്റഗറിയുള്ള റൂമാണ്. ഒരു ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ റൂമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസ് കുറച്ച് കുറവാണ്. വേറൊന്നും കൊണ്ടല്ല, ഇത് ഹട്ട് ആയതുകൊണ്ടാണ് ഒരു സ്പേസ് കുറച്ച് കുറവായിട്ട് വന്നേക്കുന്നത്. പക്ഷേ ഹണിമൂൺ കപ്പിൾസിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രൈവസിയോട് കൂടി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ വാഷ്റൂം. നേരത്തെ കണ്ടേക്കുന്ന റൂമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാഷ്റൂം ചെറുതാണ്. അത് നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. കാരണം ഇതൊരു ഹട്ടാണ്, ഒരു ഫ്രെയിം ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഹട്ടാണ്. അപ്പോൾ ഒത്തിരി സ്പേസ് അവിടെ കൺസ്യൂം ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വാഷ്റൂം. പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യൂ ആണ്. അതുപോലെ തന്നെ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് അത്യാവശ്യം മാറിയാണ് ഈ ഒരു ഹട്ടുള്ളത്. ഇതിൽ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. എന്ന് വെച്ചാൽ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കായിട്ട് തന്നെയാണ് ഈ പറയുന്ന ഹട്ടിരിക്കുന്നത്. നമ്മൾ ഈ വാതിൽ തുറന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നേരെ തേയിലത്തോട്ടത്തിലോട്ടാണ്. അപ്പോൾ മറ്റ് ബിൽഡിംഗ് തമ്മിൽ നല്ല ഒരു ഗ്യാപ്പും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പ്രൈവസിയോട് കൂടി തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹട്ടാണ് ഇത്. എപ്പോഴും ഓർക്കുക, ഇത് ഹണിമൂൺ കപ്പിൾസിന് പറ്റുന്നതാണ്. അതായത് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ സ്പേസ് കാണത്തില്ല. രണ്ടു പേർക്ക് പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. ഇത് നമ്മുടെ ഈ റിസോർട്ടിലെ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടി തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിന് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യൂ ആണ്. കാരണം ചുറ്റും ഗ്ലാസ് ആണ്. അതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര കാറ്റ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാവും. കാരണം അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ക്ലൈമറ്റ് തന്നെ കിട്ടുന്ന ഒരു പ്ലേസാണ് ഇത്. നല്ല തീരക്കാടിൻ്റെയൊക്കെ വ്യൂ ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ ഈ റിസോർട്ടിലെ മറ്റൊരു ഫെസിലിറ്റിയാണ്. സിനിമാസ് എന്നാണ് പേരിട്ടേക്കുന്നത്. അതായത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി അതിൻ്റെ അകത്തുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ബുക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് സിനിമ കാണാൻ വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള സ്ക്രീനും അതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇതാണ് അതിൻ്റെ അകത്തെ ഫെസിലിറ്റികൾ. ഇതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് സിനിമ കാണേണ്ട, നമുക്കൊരു 1-2 മണിക്കൂറായിട്ട് നമുക്ക് ഈ പറയുന്ന ഹോള് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു DJ ഹോളായിട്ട് മാറാനുള്ള ഓപ്ഷൻസും അവിടെയുണ്ട്. നമുക്ക് ഈ പറയുന്ന സ്പീക്കറുണ്ട്, DJ ലൈറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഈ ഒരു സംഭവം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗസ്റ്റുകൾക്കൊന്നൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് പ്രൈവസിയോട് കൂടി നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ആണ് ഇത്. ഇത് പിന്നെ ഒരു ഊഞ്ഞാലും അതുപോലെ കയറി നിൽക്കാൻ പറ്റുന്ന ഡെക്കൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ്. തീരക്കാടിൻ്റെയൊക്കെ കാറ്റും കൊണ്ട്, തീരക്കാടിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച കാറ്റും കൊണ്ട് ഊഞ്ഞാലൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ്. ഇത് ക്യാമ്പ് ഫയർ ചെയ്യുന്ന ഏരിയയാണ്. രാത്രി ഇവിടെയുള്ള ക്യാമ്പ് ഫയർ നല്ല അടിപൊളി ഫീലാണ്. ഇന്നലെ നമ്മൾ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, പക്ഷേ അന്നേരം
നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം ഒരു നേച്ചറുമായിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. ആ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നേരത്തെ കണ്ടേക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെയുള്ള സ്വിമ്മിംഗ് പൂളാണ്. കാരണം അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. നമ്മുടെ ഒരു എൻഡ് ഏരിയയിലോട്ടാണ് ഇത് ചെല്ലുന്നത്. ആ പൂളിലൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ യാത്രകളിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം. അതുപോലെ എല്ലാവർക്കും പോയി അപ്പോൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റും ബെസ്റ്റ് സർവീസും നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.